ക്രൂശിങ്കിലേക്ക് നോക്കുക എന്ന ധ്യാന പരമ്പരയിലെ ഇന്നത്തെ ധ്യാനം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകും. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകും. ജ്ഞാനം, അറിവ് ഇവ എക്കാലത്തെയും ഒരു പ്രലോഭനമാണ്. ജ്ഞാനത്തിലൂടെ ഉന്നതരാവാം, അറിവിലൂടെ സാമൂഹ്യ ശ്രേഷ്ഠതയിൽ മികച്ചവരാവാം എന്നീ ചിന്തകൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. പൗലോസ് ശ്ലീഹാ പറയുകയാണ്, ഈ ലോകത്തിൻ്റെ ജ്ഞാനമോ ഈ ലോകത്തിൻ്റെ ബുദ്ധിയോ നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്നില്ല. പലപ്പോഴും അത് സാമൂഹ്യശാസ്ത്രമാണെങ്കിലും മാനവിക വിജ്ഞാനങ്ങളാണെങ്കിലും സാമ്പത്തിക ശാസ്ത്രമാണെങ്കിലും അവയൊക്കെ ആവശ്യമാണ്. എന്നാൽ അവയ്ക്കൊക്കെ അപ്പുറത്തേക്ക് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കാൻ ക്രൂശിൻ്റെ വചനമാണ് ആവശ്യം. അതുകൊണ്ട് ക്രൂശിൻ്റെ വചനത്തിന് ലജ്ജിക്കപ്പെടേണ്ട അനുഭവം ഉണ്ടാവുകയില്ല. ക്രൂശിൻ്റെ ഭോഷത്വം ദൈവത്തിൻ്റെ മഹത്വമാണ്. ക്രൂശ് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ക്രൂശ് ദൈവത്തിങ്കിലേക്കുള്ള അറിവാണ്. ക്രൂശ് ദൈവത്തിങ്കിലേക്കുള്ള വിവേകമാണ്. ആ ക്രൂശിൻ്റെ വിവേകവും ക്രൂശിൻ്റെ ജ്ഞാനവും ക്രൂശിൻ്റെ അറിവും ലഭിച്ചവർ ലോകം നോക്കുമ്പോൾ മഠേരായും പരാജയപ്പെട്ടവരായും തോന്നിയേക്കാം. അതുകൊണ്ടാണല്ലോ ഹോളി ഫൂൾസ്, വിശുദ്ധ മടയന്മാർ, ക്രിസ്തുവിനു വേണ്ടി മടയന്മാരായവർ, സുവിശേഷത്തിനു വേണ്ടി മടയന്മാരായവർ എന്നൊക്കെ മിഷണറിമാരെക്കുറിച്ച് പറയാറുണ്ട്. ആദിമ സഭയുടെ സുവിശേഷ വേലകളെ പഠിക്കുമ്പോൾ ഈ ക്രൂശിൻ്റെ വചനം അവർക്ക് ബലവും അറിവും ശക്തിയുമായിരുന്നു. ലോകം ക്രൂശിനെ തളർന്നവരുടെ, പരാജയപ്പെട്ടവരുടെ, അറിവില്ലാത്തവരുടെ സങ്കേതമായി കാണുമ്പോൾ ദൈവം ക്രൂശിനെ തൻ്റെ പുത്രനാൽ ലോകത്തെ തന്നിലേക്ക് ആകർഷിക്കുന്ന വിശേഷമായ ജ്ഞാനമായി കാണുന്നു. ആ വിശേഷ ജ്ഞാനത്തിലേക്കും അതുവഴി വിശുദ്ധ മഠയന്മാരായും മഠയത്തികളായും തീരുവാനുള്ള ഒരാഹ്വാനമാണ് ഈ നോമ്പുകാലം നമുക്ക് നൽകുന്നത്. ക്രൂശിൻ്റെ വചനം നമുക്ക് രക്ഷയുടെ നിദാനമായി തീരട്ടെ. ആമേൻ.